ഇത് അമ്മ മെഴുക്കുവരട്ടി ഉണ്ടാക്കി തരും. ഇതിൻ്റെ പേരെന്താണെന്ന് കൂർക്കയാണ് കേട്ടോ. കിഴങ്ങ് വർഗ്ഗത്തിൽ പെട്ടതാണ്. വളരെ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഓർമ്മയിൽ അമ്മ ഇത് എന്താണ് മുളക് ചതച്ചിട്ടുള്ളതില്ലേ, ആ ചതച്ച മുളക് ഇട്ടാണ് വെക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെമ്മീനും കൂട്ടി മെഴുക്ക് വരട്ടാം. ചെമ്മീനും കൂട്ടി മെഴുക്ക് വരട്ടിയും കൂടെ കഴിക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ഇന്നലെ പച്ചക്കറി കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചീവിക്കൊണ്ടിരുന്നപ്പോൾ തൊലി കളയണം കേട്ടോ. ഈ പുറത്ത് കാണുന്ന ഇതിൽ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, മണ്ണ് കണ്ടോ, തൊലി കളയണം. തൊലി കളയാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഇതിൽ കറയുണ്ട്, കറയൊക്കെ കയ്യിലാകും. ചാക്കിൽ ഇട്ടിട്ടുണ്ടല്ലോ, അടിച്ചടിച്ചിങ്ങനെ തല്ലി ഇതിൻ്റെ തൊലി കളയും. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. നല്ല വിലയാണ് കേട്ടോ. ഞാനൊരു 250 ഗ്രാമേ വാങ്ങിയുള്ളൂ. അപ്പോൾ അത് ചീവിയിട്ട് കത്തി വെച്ച് നമ്മൾ അതിൻ്റെ തൊലി ചീവി കളയണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഞാനപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മണ്ണൊക്കെ ഈ കൂർക്കയില മണ്ണാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഈ ചീവണ കാണുന്നുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം ഒരു 1/2 കിലോയൊക്കെ വാങ്ങിയാൽ കുറേ നേരം ചീവേണ്ടി വരും. പണ്ട് ഇത് നല്ല മണമാണ് കേട്ടോ. പക്ഷെ ആ ഒരു പണ്ടത്തെ മണമൊന്നും ഇപ്പം ഇല്ല. അല്ലേ, ഞാനിത് അരിഞ്ഞിട്ടാണ് കഴുകാറുള്ളത്. കണ്ടല്ലോ, ഇതാ മണ്ണ് എന്നാലും ഉണ്ട്. എന്താ നമ്മൾ കുറേ തവണ കഴുകി എടുക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ മണ്ണ് പോകുള്ളൂ കേട്ടോ. അപ്പം എല്ലാം നമുക്ക് ചീവി കഴിഞ്ഞിട്ട് കാണാം. കൂർക്ക ചീവി കഴിഞ്ഞിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഗ്യാസ് കത്തിച്ചു. അതിനുശേഷം നമ്മൾ കൂർക്ക ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുള്ള കൂർക്കയാണ് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും. ഞാൻ അതിൻ്റെ ഇടക്ക് ഓരോന്നൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കടുക് തളിക്കാൻ ആവശ്യമുള്ളത് ചെറിയുള്ളി അതുപോലെ തന്നെ പച്ചമുളക് മാത്രമാണ് കേട്ടോ. അത് മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഇടുന്നതാട്ടി കാണുന്നത്. വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഈ ഒരു രൂപത്തിലിരിക്കുന്നത്. പലയിടത്തും അങ്ങനെ ആയിരിക്കും. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് മണികൾ ഇട്ട് കൊടുക്കാം. അത് എന്നിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ പിന്നീട് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും ഉള്ളിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പച്ചമുളകും ഉള്ളിയും പച്ചമണം മാറുന്നത് വരെ നമ്മൾക്ക് വഴറ്റി കൊടുക്കാമേ. ശേഷം ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക, കളറിനൊക്കെ വേണ്ടി കേട്ടോ. അതിന് ശേഷം ഞാൻ കൂർക്ക ആഡ് ചെയ്ത് കൊടുത്തു. കൂർക്കയും പച്ചമുളകും ഉള്ളിയും എല്ലാം മുളക് പൊടി എല്ലാം ചേരുമ്പോൾ ഉള്ളൊരു മണം വരുന്നുണ്ട്. അയ്യോ എന്ത് സ്മെല്ലാണെന്നറിയോ, ഭയങ്കര കൊതി വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ആ മസാലകളും എല്ലാ കൂർക്കയിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കൂർക്കയിലേക്ക് ആകും. അപ്പം നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടിയത് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരിക്കലെങ്കിലും കഴിക്കണം. എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരിക്കലെങ്കിലും കഴിക്കണമെന്ന്. അതുപോലെ തന്നെ ഒരിക്കലെങ്കിലും കഴിക്കേണ്ട ഒരു ഫുഡാണ്. അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറെടുത്തു. അപ്പം ഞാനും ഒരെണ്ണവും കഴിക്കാനുള്ള ചോറെടുത്തു. അതുപോലെ തന്നെ മെഴുക്ക് വരട്ടി മാത്രമല്ല കേട്ടോ, പിന്നെ അച്ചാറുണ്ട്, മുട്ട വറുത്തുണ്ട്, അതുപോലെ തന്നെ ബീട്രൂട്ട് തോരൻ വെച്ചുകൊണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് നമുക്ക് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.